السلام عليكم ورحمة الله. وعليكم السلام. الحمد لله والصلاة والسلام على أشرف الأنبياء بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ അൽബുർക്കസിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു 3 എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 4ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം 3 എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ള ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങളാണ് അനുഭവത്തിന് മുമ്പുള്ള ബേസത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ബേസത്താണ്. ഇത് രണ്ടും നല്ല ഫുള്ളായിട്ട് ഡിഫറൻസ് ആണ്, കംപ്ലീറ്റ് ഡിഫറൻസ് എന്നാണ് പറയുക. അതായത് നുബത്തിൻ്റെ ശേഷം പിന്നെ അതിലെ ജയിച്ച ആള് മൊത്തത്തിൽ അങ്ങനെയല്ല, ആ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ആ തുടക്കത്തിനുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് സീഹത, എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് വന്നത്, എന്താണത്, അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു എന്താണെന്നുള്ള സാധനം നമ്മൾ അറിയേണ്ടേ ഇരിക്കുന്നു ഇതിനു മുമ്പായിട്ട്. അപ്പോൾ അതിന് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റായിട്ടും ഇതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ ഇല്ലേ, അതിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആസ്പെക്റ്റ് നോക്കാമല്ലോ. അപ്പോൾ സീഹ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റർപ്രറ്റിംഗ് ദ സെൽഫ് എന്നുള്ള ഒരു ബുക്കാണ്. അതിന് കറക്റ്റ് ഓർഡറായിട്ട് പറയാൻ കഴിയില്ല, കാരണം ഒരു ടീം ചെയ്തുണ്ടാക്കിയ ഒരു അപ്പോൾ അതിൽ ശിവനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സാറ അതിൽ നിന്നുണ്ടായിരുന്നു പറയുന്നത് ടു ട്രാവൽ ആൻഡ് ടു ഗോ എന്നുള്ള ആദ്യം തന്നെ ഒരു അറബിക് വെറുതെ അല്ലെ അതിൻ്റെ മിസ്റ്റേക്കായിട്ട് അതിന് ഉൾത്തിരിഞ്ഞ് വന്ന വേർഡായിട്ടാണ് ശിവ എന്ന് പറയുന്നത്. അപ്പോൾ പോക്ക്, നമ്മൾ പോണ റൂട്ട് എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെ ആയിരിക്കും ശിവ എന്നുള്ളത് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബയോഗ്രഫിക്ക് പേര് വരുന്നതെന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഒരാളെ ജീവിതം എങ്ങനെയായിരുന്നു പോയിരുന്നത്, ഇല്ലെ അയാളുടെ ജീവിതത്തിൻ്റെ ചര്യ എങ്ങനെയായിരുന്നു, ഇല്ല അയാളുടെ ബിഹേവിയർ, ഇല്ല അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ശിവക്ക് അർത്ഥം വരുന്നത്. അപ്പോൾ അതേപോലെ ആദ്യമായിട്ട് ഇങ്ങനെ നബിൻ്റെ ഇങ്ങനെയുള്ള നബിൻ്റെ ബയോഗ്രഫിക്ക് ശിവ എന്ന് പേരിടുന്നു. പിന്നെ അതിൻ്റെ ശേഷം അവിടെ വന്ന ഫേമസ് ആൾക്കാരെ പറ്റി ഇങ്ങനെ ബയോഗ്രഫി എഴുതിയതൊക്കെ ഈ സീറ പറയുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ സീറ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ AC ബ്രൗൺ ഉണ്ടല്ലോ, ജൊനാഥൻ AC ബ്രൗൺ, മൂപ്പര് അതിൽ ഭാഷാർത്ഥവും സാങ്കേതികാർത്ഥം കൊടുക്കുന്നുണ്ട്. ഈ സീറയുടെ ഭാഷാർത്ഥം നോക്കണമെങ്കിൽ ഒരാളെ ബയോഗ്രഫി എന്നുള്ള ഏകദേശ അർത്ഥത്തിൽ, സാങ്കേതിക അർത്ഥം നോക്കണമെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹുന്റെ റസൂലായിട്ട് തങ്ങളെ സീറായിട്ട് കണക്കാക്കുള്ളൂ പൊതുവെ. അങ്ങനെ പറയാം. അപ്പോൾ ഇതാണ് സീറന്റെ ആ വേർഡിന്റെ ലോകത്തും ഇസ്തിഹാരത്തൊക്കെ, അതായത് ലാംഗ്വേജിൽ എന്താണെന്നും പിന്നെ എങ്ങനെയാണ് പൊതുവെ അറിയപ്പെടുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് സീറയോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഈ സീറയുടെ തുടക്കം ഇല്ലേ, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അതിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അത് തന്നെ പറയുമ്പോൾ ഇബ്നു ഇസ്ഹാഖ് തങ്ങളുടെ സീറയാണ് ആദ്യത്തേതെന്നാണ് എണ്ണപ്പെടുന്നത്. അതായത് അദ്ദേഹത്തിന് മുമ്പും കുറച്ച് സ്വഹാബാക്കളൊക്കെ എഴുതിച്ചിരുന്നു. മുനബ്ബഹൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എഴുതിച്ചിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, അത് നമുക്ക് ലഭ്യമല്ല. പക്ഷെ എന്നാലും ചില ആൾക്കാർ പറയുന്നുണ്ട്, നമ്മളെ ജർമ്മനിയിലത്തെ ഹൈഡൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ട്, വഹബ് ബിൻ മുനബ്ബഹ് എന്നവരെ എഴുതിച്ച ചെറിയ രൂപത്തിലുള്ള താലോലൊക്കെ എഴുതിച്ചത് സീറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നെ റിസർച്ചറൊക്കെ ഏകദേശം എല്ലാവരും പറഞ്ഞൊരു കിതാബാണ് എന്ത് ഇബ്നു ഇസ്ഹാഖിന്റെ മഗാസി എന്ന് പറയുന്നത്. അതെന്താണ് അവർ പറയുന്നതാണ്, ഔസഖായിട്ടുള്ള കിതാബുകളിൽ ഇത് എണ്ണപ്പെടുത്താൻ പറ്റുമെന്നാ പറയാറ്. അപ്പോൾ ഇങ്ങനെയാണ് സീറന്റെ രസം. അപ്പോൾ ഇവിടെ സീറന്റെ വർഷമൊക്കെ വരുമ്പോൾ നബി മരിച്ചതിന് ശേഷം ഒരു 150 അടുത്ത് ഇല്ല 100 സംതിങ് വർഷങ്ങൾക്ക് ശേഷമാണ് സീറയുടെ ഇങ്ങനെ ഈ ഇബ്നു ഇസ്ഹാഖിന്റെ ഒക്കെ ഇത് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തായിരുന്നു ഇതിനു മുമ്പ് എഴുതാത്തത്, ആ സമയത്ത് ഉണ്ടാക്കിയൊരു ചമച്ചുണ്ടാക്കിയൊരു ഒരു ആൾ രൂപമാണോ ഇല്ല അങ്ങനത്തെ ഒരു ഫിഗർ ആണോ എന്നുള്ള ആൾക്കുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അറബികളെ ഓരോ കൾച്ചറിനെ പറ്റി നമ്മൾ പഠിക്കാനുണ്ട്. ഇങ്ങനത്തെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യാമുൽ അറബ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് പറയാം, പൊതുവെ. അതായത് അറബികൾക്ക് ഓലെ ബന്ധപ്പെട്ട മെയിൻ ഇവൻറ്റുകൾ, ഓല യുദ്ധങ്ങൾ, ഓല വിജയങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞ എണ്ണം. അപ്പോൾ ഇതിനൊക്കെ ഇവരെന്തിനാണ് ഒരു നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന പോലെ
ഈ ഹിസ്റ്ററി ആയിട്ട് എഴുതി വെക്കുകയല്ലേ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ഓറലായിട്ടുള്ള കൂടുതൽ കവിതകളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ രചിക്കും. പിന്നെ ഹുത്തുബുകളും ഓൽക്ക് മെയിൻ. ഇപ്പോൾ കവിതകൾ തന്നെ ഓരോ സ്വന്തം അസഭ്യത്ത് ഉണ്ടാക്കാൻ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ മരണകാവ്യങ്ങൾ, അനുശോചനം, അങ്ങനെ ധാരാളം ഇനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഓരോ ഒരു ട്രഡീഷനെ അതിലൂടെ ഉണ്ടായി വരുന്ന സാധനങ്ങൾ എന്ത് ഓരോ ഹുത്തു പ്രസംഗങ്ങൾ, ഹുത്തുവെച്ച നല്ല ഉന്മേഷമൊക്കെ കിട്ടുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ വലിയ പ്രസംഗമായിട്ട് കുസുബിൻ സയ്യിദിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, എഴുതി വെക്കണമെന്നല്ല, കൂടുതൽ എന്ത് ചെയ്യും, അത് കേൾക്കുമ്പോൾ തന്നെ ഹിഫ്ല് ചെയ്യും, അത് മനപ്പാടോ. അത് ഓരോരോ പ്രകൃതം അങ്ങനെയാണ്. മൊത്തത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ മനപ്പാടാക്കാനുള്ള കഴിവ് നല്ല കൂടുതൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ഓരോ തലമുറക്കാർക്കും അങ്ങനെ തന്നെ ഏകദേശം ഉണ്ട്. മറ്റേ അസ്മയുടെ രാജാവിനുള്ള അബു മൻസൂർ എന്നോട് അസ്മയ ബൈത്തുകളൊക്കെ ഉണ്ടല്ലോ മൂപ്പര. ആ അതിലങ്ങനെ തന്നെ മൂപ്പർക്ക് ഒരോട്ടം കേട്ടാൽ തന്നെ ഹിഫ്ലാം അടിമസ്ത്രീക്കും പിന്നെ കുട്ടി 2 വർഷം 3 വർഷം. അപ്പോൾ അതൊക്കെ അതിനൊരു ആവശ്യമില്ല, അത് കാണാൻ പഠിക്കുക അല്ലെ, അത് ശേഖരിക്കാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് ഇല്ലെങ്കിലും ഇങ്ങനത്തെ അവർക്ക് ഈ ലിറ്ററേച്ചറിൽ ഇങ്ങനത്തെ രചനകളിലും വലിയ സാധനത്തിലൊക്കെ നല്ല കഴിവാണ്, നല്ല സാഹിത്യകാരെ ഫസീഹായിട്ടുള്ള ആൾക്കാർ. എഴുതി വെക്കുന്നത് തന്നെ ഓരോ മനപ്പാടാക്കി കഴിഞ്ഞാൽ അത് മായ്ച്ചാളെ. സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതിയുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉള്ളിൽ കൊണ്ടെടുക്കില്ല, അത് എഴുതിയുണ്ടല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾക്കൊക്കെ പ്രശ്നപ്പെട്ടതാണ്. നമ്മൾ ഒരു സാധനം എഴുതി വെക്കും, എന്നിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നോക്കാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മളെന്ത് കൂടുതൽ എന്ത് ചെയ്യണേ ഫീൽ ചെയ്യും. അതുപോലെ പോസിറ്റീവായിട്ട് സാധനങ്ങൾ പറയുന്നു. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു നബിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ നബിനെ പറ്റിയിട്ടുള്ള ഹദീസുകൾ ഇതൊക്കെ പൊതുവെ എന്ത് ചെയ്യുന്നു അങ്ങനെ വാമൊഴിയായിട്ട് കൈമാറി പോകലായിരുന്നു. നമ്മളാദ്യം പറഞ്ഞു അതുപോലെക്ക് ഇങ്ങനെ റിട്ടേൺ ഹിസ്റ്ററിൻ്റെ ട്രഡീഷൻ ഇല്ല, ഓവർ ട്രാൻസ്മിഷൻ്റെ ഇതാണ് ഓൾക്കുള്ളത്. അപ്പോൾ ഈ 150 വർഷത്തിന് ഗ്യാപ്പ് എന്ന് പറയാൻ കാരണം അതാണ്. അതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുന്നല്ല, അതുവരെ ഇങ്ങനെ ആ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇപ്പം മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. തലമുറകളിൽ നിന്ന് നോക്കിയാൽ മതിയല്ലോ, 2 തലമുറ 3 തലമുറകളിൽ തന്നെ നബിത്തങ്ങളിലേക്ക് എത്താൻ പറ്റും. അതെ, നല്ല പ്രായം ജീവിച്ച സഹാബാക്കളൊക്കെ ഉണ്ടല്ലോ, ആ സാബിത്തൊക്കെ പോലത്തെ. 150 വർഷമാണ്. ഇപ്പോൾ ഒരാൾ 80 വർഷം ജീവിച്ചു, അടുത്ത ആള് എത്ര മതി, ഒരു 60 വർഷം, അടുത്ത ആൾ ഒരു 80, ആ ഒരു റേഞ്ചിൽ ജീവിച്ചാൽ തന്നെ എന്ത്. ഈ ഓർഡർ എടുക്കാൻ കഴിയുമ്പോൾ ബുഖാരിന്റെ സുലാഫിയാത്ത് നോക്കിയാൽ മതി, അതാണ് ഏറ്റവും കുറഞ്ഞതെന്ന് കാണിക്കാം. അത്ര ഗ്യാപ്പൊക്കെ മതിയാവും എന്തായാലും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ 150 വർഷം ഇത് കവർ ചെയ്യും. പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാല് നബിത്തങ്ങൾ എന്ത് നടന്നു കഴിഞ്ഞാലും മറ്റുള്ള സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നൊരു തലമുറയായിരുന്നത്. എന്ത് നടന്നു കഴിഞ്ഞാലും അതിന് മറ്റേ നബിനെ ഒരു സാധാരണ ആളായിട്ടല്ലോ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യണത് എൻ്റെ ഒപ്പമുള്ള ആൾക്കാർ നോക്കിക്കോണല്ലോ. പക്ഷെ അത് എഴുതി വെച്ചോളുന്നില്ല. നമ്മളിപ്പോ നമ്മുടെ ഉസ്താദ്മാര് പേരൻസ് ചെയ്യണമെന്നൊന്നും എഴുതി വെക്കൂലല്ലോ. പക്ഷെ നമ്മളെല്ലാം കൃത്യമായിട്ടുള്ള ഓർമ്മ ഉണ്ടാവും. ആ കണ്ടത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു അവർക്ക് ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ എവിഡൻസൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ കണ്ട ആൾക്കാരെ ഇല്ലേ, ഇങ്ങനെ കൈമാറി വന്ന ആൾക്കാരൊക്കെ പോയി കണ്ടിട്ടാണ് എന്ത് ചെയ്യണത്, അത് രചിക്കണത്. നമ്മളെ സയ്യിദ് റഹ്മാൻ തങ്ങളെ ഫിഖ് സീറ പറയുന്നുണ്ട്. ഈ സീറ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായിട്ട് 3 സോഴ്സുകളാണ്. ഒന്നാമത്തത് ഖുർആനിൽ തന്നെ പറയപ്പെട്ട ആയാത്തുകൾ, രണ്ടാമത്തത് ഹദീസുകൾ, മൂന്നാമത്തത് ഇതുപോലത്തെ സഹാബാക്കൾ അവരൊക്കെ നബിത്തങ്ങളെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് സീറയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതും പുറത്തുനിന്ന് മറ്റു കാര്യങ്ങൾ. അതുമാണ് ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂ മെത്തേഡൊക്കെ ആയിട്ട് ഒരാളെ പോയിട്ട് ചോദിച്ചാൽ അയാളെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അയാളെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈം എടുക്കുന്നല്ലാണ്, പക്ഷെ ആ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര അവലംബിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉറപ്പുള്ള ഓരോന്നും ലഭ്യമായതാണ്. പൊതുവെ നല്ല ഹദീസിന്റെ അത്ര എന്തല്ല ഒതന്റിസിറ്റി ചെയ്യുന്നില്ല, സീറക്കില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന്, നമ്മൾ പറയുന്നത് നബിതങ്ങളുടെ എല്ലാ മൊമെന്റ്സും എന്തായിട്ടില്ല, റെക്കോർഡഡ് ആയിട്ടില്ല. അത് 23 വർഷം നുബുവത്തിൻ്റെ ആ കാലം 23 വർഷം, ഈ 23 വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അങ്ങനെ കിട്ടിയാൽ തന്നെ കിട്ടിയതുമൊക്കെ ഓല് വെച്ച കാറ്റഗറിയിലെ നിബന്ധനകളൊക്കെ വെച്ച് കിട്ടിയ സാധനങ്ങളാണ് ഈ ഹദീസ് എന്നുള്ളത്. അപ്പോൾ പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളും നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ആ സന്ദർഭം കൂടി ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എഴുതുന്ന രൂപമാണ് സീറ എന്നുള്ളത്. അപ്പോൾ ഹദീസിന് കിട്ടുന്ന കുറച്ചുള്ളതാണെങ്കിലും എന്ത് ചെയ്യും, അതിന് നല്ല പ്രാധാന്യം ഉണ്ടാവും. ഇതിൻ്റെ കിട്ടൽ കുറച്ച് പണിയാണ് സീറ നോക്കണമെങ്കിലേ. ഹദീസ് നോക്കണമെങ്കിൽ നബിത്തങ്ങളുടെ പ്രധാനപ്പെട്ട അഖ്വാലുകൾ, തഖ്രീറാത്തുകൾ, ആ പറയപ്പെട്ട ഹദീസ് ഉണ്ടല്ലോ,
അതൊക്കെ വന്നേക്കുന്നത് നബിത്തങ്ങൾ നുബൂവത്തിന് ശേഷമുള്ള സമയത്താണ്. അത് മറ്റ് സ്വഹാബാക്കളൊക്കെ നബിത്തങ്ങളോടൊപ്പമുള്ള ടൈമിൽ അവർ കേട്ട് മനസ്സിലാക്കാം. പക്ഷേ സീറ എന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ. നബിത്തങ്ങൾ ജനിച്ചത് മുതൽ ചെറുപ്പം മുതൽ നുബൂവത്തെത്തണം വരെ, പിന്നെ നുബൂവത്ത് മുതൽ മരണം വരെ, ഇതൊക്കെ നബിത്തങ്ങളെ സീറ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതിന് ആകെയുള്ള ഭാഗം പറഞ്ഞാൽ നബിനായിട്ട് സഹചിച്ച ആൾക്കാരില്ല, അവരുടെ പരമ്പരക്കാർ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടും അങ്ങനെ എഴുതാന്നുള്ളത്. എന്നാലും പരമാവധി നമുക്ക് എത്തേണ്ടതൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഹദീസിൽ തന്നെ അബൂ ഹുറൈറ നോക്കുകയാണെങ്കിൽ 3 വർഷം തന്നെ ജീവിച്ച നബിത്തങ്ങളെ സഹവസിച്ചിട്ടുള്ളെങ്കിലും 1600ഓളം ഹദീസുകൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്, കൈമാറി നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇബ്നു ഇസ്ഹാഖ് ഒറ്റയ്ക്ക് ഇങ്ങനെ 2-3 വർഷം കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ സാധനമല്ല. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു 4 ഫന്നുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഫന്നല്ലേ, അതായത് 4 വ്യത്യസ്ത ഡിസിപ്ലിനുകൾ. ഉദാഹരണം ഈ മാസിനായിട്ട് അതേപോലെ തന്നെ അതായത് നബി പങ്കെടുത്ത യുദ്ധങ്ങൾ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ആ യുദ്ധത്തിൽ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയായിരുന്നു ആ പൊളിറ്റിക്കൽ മഹാസിൽ പറയുമ്പോൾ നബിത്തങ്ങൾ പങ്കെടുത്തത് നബിത്തങ്ങൾ അയച്ച യുദ്ധങ്ങളൊക്കെ എല്ലാം പെടില്ലേ. നബിത്തങ്ങളുടെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിന് അയച്ചതേ കാര്യം. യുദ്ധത്തിൻ്റെ കൂടുതലായിട്ടും പറയപ്പെടുന്നത് ഈ ഇതിനാണ്, നബിത്തങ്ങൾ പങ്കെടുത്തതിനുള്ള രീതിയിലാണ്. അതായത് ആ ആസ്പാസിലുള്ള ചരിത്രങ്ങളെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഓൾറെഡി എന്തുണ്ടായിരുന്നു, ഒരു ഫന്നായിട്ട് കിതാബത്തായിട്ടല്ല, ഓൾറെഡി എങ്ങനെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഈ ബയോഗ്രഫിയിൽ സീറയിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ അന്നത്തെ സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകലുണ്ടായിരുന്നു. സീറ ഈ പറയപ്പെട്ട 4 സാധനങ്ങൾ ഉൾക്കൊള്ളുന്നല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സബബുൻ നുസുൽ തഫ്സീറായിട്ട് പറയാം. അത് സ്വഹാബികൾക്ക് എന്ത് ചെയ്താൽ ആ ഭാഷ അറിയാം, ഖുർആനിൻ്റെ ഭാഷേനെ പറ്റി നല്ല ധാരണ ഉണ്ട്. അവർക്കിപ്പോൾ പ്രത്യേകം നമുക്ക് അതിൻ്റെ പോലെ ഉസൂൽ ഫിഖ് ഇല്ല സാധനങ്ങളൊന്നും വേണമെന്നില്ല. അത്ര ഫസീഹായ ഭാഷ. അത് നബിത്തങ്ങളൊരു ഒരായത്തിങ്ങനെ ഇറങ്ങിയതിൻ്റെ അവസാനമായപ്പോൾ ആ നബിത്തങ്ങളെ കാത്തിബന്ന അവസാനത്തെ ആ വാക്ക് ഓതറിൻ്റെയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത്രത്തോളം ഓരിക്ക് മൊത്തം രീതിക്ക് എത്തുന്നുണ്ട് ആണ് പൊതുവെ പറയുന്നത്. അതായത് അവിടെ വരുന്നത് ഇത് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അവരുടെ ഭാഷയാണല്ലോ, അറബിക്കുള്ള ഭാഷ, അവരുടെ ഭാഷയാണ്, അവർക്കത് മനസ്സിലാക്കാം. പക്ഷെ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും, ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഖുർആന്റെ തഹദ്ദിയാത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ അത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, ഭാഷയായിട്ടുള്ള കെട്ടുകൊടുക്കുകൾ അവർക്കില്ല, ഈ കടമ്പകൾ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാനല്ലേ. അപ്പോൾ പിന്നെ അവർക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആ സന്ദർഭം അറിയില്ലെങ്കിൽ അർത്ഥം കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഇതിൽ തൗബ സൂറത്തിൽ 5-ാമത്തെ ആയത്തുണ്ട്. പൊതുവെ ഈ എയ്ത്തിസ്റ്റുകളിൽ ഇസ്ലാമിനെതിരെ വരുന്നവരൊക്കെ പൊതുവെ ആണ് ഇസ്ലാം ഒരു ഭീകര മതമാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പറയുന്നതാണ്. അതായത് കാഫിര്യങ്ങളെ എവിടെ കണ്ടാലും കൊല്ലുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്, വാക്കർത്ഥത്തിലാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഏത് സന്ദർഭത്തിലാണ് ആ ആയത്ത് വന്നത്. അപ്പോൾ കുറേശ്ശികൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും, യുദ്ധം ചെയ്യില്ല എന്നുള്ള ആൾക്ക്. പിന്നെ ആ ഉടമ്പടി പൊളിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്, അവരെന്നെ പൊളിക്കുമ്പോഴല്ലേ. അതായത് ഫത്തുമക്കൊക്കെ കാരണം ഇതായത്. ഫത്തുമക്കാണ് യുദ്ധമായിട്ട് നടന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ സൈന്യം എന്നുള്ള എല്ലാവരും അവർ ഹജ്ജിന് ഉദ്ദേശിച്ച് നടന്നാലും പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഉടമ്പടിക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഫത്തുമക്ക പോയപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്, ഈ അവരുടെ സ്വന്തം വീട്ടിലോ ഇല്ല ഇങ്ങനെ കഅബന്റെ അവിടെ ഹറമിലൊക്കെ ഇങ്ങനെ പ്രവേശിച്ച് അഭയം തേടിയാൽ കൊല്ലില്ല ഇല്ലേ. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചൊരു കഅബയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ വന്നത്. പിന്നെയും അതും ലംഘിച്ച് എടുത്തു വന്നാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന പോലെ എന്ത് ചെയ്തിട്ടുള്ളൂ, നേരിട്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ യുദ്ധം നടന്നിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇങ്ങനെ മറ്റേ എവിടെ കണ്ടാലും കൊല്ലുകയെന്ന്. ഇത് ഒരാളും കൊന്നിട്ടില്ല എന്നുള്ള ആൾക്ക് തന്നെ ആ സാധനം. അതായത് പിന്നെ കണ്ടോലെ പോയിട്ട് കൊന്നിട്ടില്ല. ഇങ്ങോട്ട് ചെറിയ രൂപത്തിൽ മട്ടത്തി വന്നിരിക്കണം അൽക്കാമത്തപ്പിന്നെ ബിജഹൽ എന്ന് പറഞ്ഞപ്പോ ഖാലിദ് തടുത്തെടുത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. ആ ആയത്തിന് ഈ സന്ദർഭം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ ഇസ്ലാമിനെ ഖുർആന്റെ അർത്ഥം മാത്രം വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രശ്നമില്ല. അർത്ഥം ഇതെന്തല്ല, ഒരു ഡിവൈൻ ടെക്സ്റ്റാണ്. അതായത് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഒരു കഥ എഴുതണ പോലെ എഴുതണ സാധനമല്ല. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടുള്ള കഴിവ് പോലെ അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം മനസ്സിലാക്കണമെന്നെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പൊതുവെ ഉണ്ടായിരുന്ന ഒരു ഫന്നായിട്ടാണ് ഈ ഇതുണ്ടായിരുന്നത്. ആദ്യം പറഞ്ഞത് മഗാസി, പിന്നെ പിന്നെ നബിന് മുമ്പ് ഉണ്ടായിരുന്ന അമ്പിയാക്കളില്ല, അവരുടെയൊക്കെ ഇത് ചരിത്രമുണ്ട്. അപ്പോൾ ഇതും പിന്നെ വരുന്നത് നസബാണ്. അത് നമുക്കറിയാം അറബികൾ എത്രത്തോളം ഈ ജീനോളജിനെ
പ്രൊമോട്ട് ചെയ്തില്ല, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് എന്തുണ്ട്, ഈ അറബിന് ഖത്താനിലേക്ക് എത്തുന്ന വരെ ഉള്ള നെസബുണ്ട്. അതായത് ആദ്യമായിട്ട് സംസാരിച്ച ആളെന്നൊക്കെ അറിയപ്പെടുന്ന ഓലൊക്കെ ഒരു പ്രവിധ. ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ എന്റെ വല്യപ്പാടെ എനിക്കറിയുള്ളൂ. വല്യപ്പനെ അറിയില്ല, ഓരോ ഏത് ഭാഗത്ത് നിന്നെങ്കിലും എങ്ങനെ ഓരോ പ്രഭിതാക്കളിലേക്ക് എത്തും എന്നുള്ളൊരു നമുക്ക് നമ്മള് താരിഖിന്റെ കിതാബിൽ തന്നെ ഒരു ചാർട്ട് കാണാം. അത് കിതാബിലുണ്ടാവും. ഇപ്പൊ മോഡേൺ കിതാബുകളാണെങ്കിലും അവരെന്ത് ചെയ്യും, അത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം പ്രാധാന്യം കൊടുത്തണ പോലെ ജീനോളജി. അപ്പോൾ നബിൻ്റെ ചരിത്രമാണെങ്കിൽ ഈ ജീനോളജി വേണം. അതായത് ഇപ്പോൾ ഒരു ഹദീസോ ഇല്ല സംതിങ് എന്തെങ്കിലും കിട്ടി, ഇത് എങ്ങനെയാണ് നബിയായിട്ട് ബന്ധം, ഇല്ല എന്താണ് ഏതൊക്കെ സമയത്താണ് നബിനായിട്ട് ഒരുമിച്ച് കൂടിയതെന്നുള്ളതൊക്കെ മനസ്സിലാണെങ്കിൽ ആ നസബും വേണം. അപ്പം ഇങ്ങനെയുള്ള ഈ 4 ഫന്നായിട്ട് 4 മേഖലകളാണ് ഒരുമിച്ച് കൂടിയതാണ് ഇതിനൊക്കെ ഉൾക്കൊള്ളിച്ചാണ് പിന്നെ ഇബ്നു ഇസ്ഹാഖിന്റെ കിതാബ് അങ്ങനെ നിന്നിട്ടില്ല നമ്മൾ പറഞ്ഞു. അത് കൂടുതൽ കാലം അതിന്റെ നമുക്കതിന് ഇപ്പൊ ലഭ്യമല്ല എന്നുള്ള ആൾക്കാർ. പിന്നെ ഇബ്നു ഹിഷാമാണ് ഇബ്നു ഇസ്ഹാഖിന്റെ കിതാബും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ലഭ്യമായതെന്നാണ് ഇബ്നു ഖല്ലിക്കാൻ പോലത്തെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ നമ്മ വായിക്കുന്ന കിതാബ് ഇബ്നു ഇസ്ഹാഖിന്റെ കിതാബിന് പറയുന്നത് തന്നെ ഇബ്നു ഹിഷാം അദ്ദേഹം ഉൾക്കൊള്ളിച്ച കിതാബായിട്ട് നമ്മൾ കണക്കാക്കാം. ഇതാണ് ഈ ശിവന്റെ ഒരു താരിഖിലെ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഗ എന്തല്ല, അപ്പം നബിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇതല്ല. സിഗയിലൂടെ കിട്ടുന്ന കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഒരു ആന്ത്രോപോളജിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ പഠിക്കുന്ന ആന്ത്രോപോളജി. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ലിംഗ്വിസ്റ്റിക്കൽ ആന്ത്രോപോളജി ഉണ്ട്, കൾച്ചറൽ ആന്ത്രോപോളജി ഉണ്ട്. കൾച്ചറൽ ആന്ത്രോപോളജി പറയുമ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിൽ നബി ജീവിക്കുന്ന കാലഘട്ടത്തിലെ അന്നത്തെ കൾച്ചറിനെ പറ്റിയുള്ള ഒരു പഠനം എന്തിലുണ്ട്, ശിവയിലുണ്ട്. ആ പഠനം എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്ന രീതിയിൽ എന്തുണ്ട്, ഇതിൽ കാര്യങ്ങളുണ്ട്. എങ്ങനെ ആ ജാഹിലിയ കാലത്തെ വിവരിക്കുക, ശേഷമുള്ള കാലത്തെ വിവരിക്കണം, അതിന്റെ ആ കൾച്ചറൽ ട്രാൻസ്മിഷൻ 23 വർഷം കൊണ്ടുള്ള നബിത്തങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിയെടുത്തു എന്നുള്ള ഇതില്ല രൂപല്ലേ, ഇതൊക്കെ എന്തിലുണ്ട്, ഈ സിവയിലുണ്ട്. അപ്പം ഒരു ആന്ത്രോപോളജിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം അതിൽ കിട്ടും. പിന്നെ നബിനെ ഒരു ലീഡറായിട്ട് കാണുന്ന ലീഡറാണ്. അപ്പോൾ ആ ലീഡറായിട്ട് എങ്ങനെയാണെന്ന് നബി പെരുമാറുന്നത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് കിട്ടും. ഒരു പൊളിറ്റീഷ്യനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കിട്ടും. ഏതൊരു മനുഷ്യനിക്കും അവന്റെ മേഖല ഉഷാറാക്കണമെങ്കിൽ നബിത്തങ്ങളെ ശരി നോക്കിയാൽ മതി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിത്തങ്ങൾ നമുക്കൊരു ഉസ്വത്തുൻ ഹസൻ ഉണ്ടെന്ന്. അത് എല്ലാ വിഷയത്തിലും ഉസ്വത്തുൽ ഹസനാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ പൊളിറ്റീഷ്യൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കണേ. അതായത് മദീന ചാർട്ടർ എന്ന് പറയുന്നത്, അതായത് നബിതങ്ങളെ ഹിജ്റ കഴിഞ്ഞ് ആരും മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ അത് കൂടുതലായിട്ടും ഈ ജൂതമതക്കാരൊക്കെ അങ്ങനത്തെ ഗോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരായിട്ട് സന്ധി കണ്ടപ്പോഴത്തേക്ക് ഒരു വ്യവസ്ഥാപിതമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതല്ലേ, അവർക്കും അവരെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്കും ജീവിക്കാം, മുസ്ലിങ്ങൾക്ക് നമ്മുടെ രൂപത്തിൽ. 2 കൂട്ടത്തിനുള്ള സെക്യൂരിറ്റി ഇതിനൊക്കെ സെക്യൂർ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഒരു രാജ്യത്തിന് ഇപ്പൊ ഒരു ഭരണഘടന ചെയ്യണേ, അത് പിന്നെ ഇപ്പൊ എത്ര എത്ര രൂപത്തിലുള്ള എത്ര മതക്കാരാണെങ്കിലും ഇവർക്കൊക്കെ ഉള്ള സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ രീതിയിലുള്ള വരുന്നത്, അതിന്റെ ലക്ഷ്യങ്ങൾ വരുന്നത്. അപ്പോൾ മദീന ചാർട്ടർ അതൊരു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതാണ് നബിയുടെ പൊളിറ്റിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ ഓരോ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ഒതുക്കിയത്, പിന്നെ ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ നേരിട്ടത്, അങ്ങനെ പല ആസ്പെക്ട്. പിന്നെ ജീവിതം എടുക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാം, അവൻ്റെ വിശ്വാസത്തെ ഒന്നും കൂടി ദൃഢമാവും. പിന്നെ പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നബിനെ കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കാൻ ഓരോ വ്യക്തികൾക്കും അനുസ്യൂതമായിട്ടുള്ള മറുപടികൾ നബിത്തങ്ങൾ നൽകാം. ഓരോ വ്യക്തി എന്താ നല്ല ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നബിത്തങ്ങൾ ആ വ്യക്തിയിൽ എന്ത് കുറവുണ്ടോ, അതെങ്ങനെ ചെയ്യണം, അതൊക്കെ നബിത്തങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു പാടുള്ളത് ഇത്ര ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നബിനെ പല രീതിയിലും ഒരാൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഹിഷാമിലൂടെ സീറ പൂർത്തിയായിരുന്നുണ്ടെങ്കിൽ നബിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ മറ്റുള്ള ആർക്കെങ്കിലും കയ്യിൽ പറയാൻ ഓപ്ഷൻ ഉണ്ടോ, ഒരാളെ പറ്റിയൊരു ഹിസ്റ്ററി കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടോ എന്ന്. പക്ഷെ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്, അത്യാവശ്യം ആൾക്കാർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചോദ്യം വരുന്നത്
അപ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇപ്പം ഇബ്നു ഇസ്ഹാഖ് എഴുതുമ്പോൾ അയാളെ മേഖല എന്താണോ, അദ്ദേഹത്തിൻ്റെ മേഖല എന്താണോ അതിനനുസരിച്ചായിരിക്കും കൂടുതൽ എഴുതുക. ഇനിയിപ്പം മറ്റുള്ള ഒരാൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരാൾ കൂടുതൽ ഭാഷാ പണ്ഡിതമുള്ള ഒരാൾ ഇല്ല ഭാഷയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ഖുർആന്റെ തഫ്സീർ നോക്കണമെങ്കിൽ തന്നെ സയൻസ് മേഖല തിരിച്ച് ഖുർആന്റെ വിശദീകരണം എഴുതുന്ന തഫ്സീർ ഉണ്ടാവും. ലുഗ അതായത് ബലാഗ മാത്രം കേന്ദ്രീകരിച്ചുള്ള തഫ്സീർ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ മേഖല എങ്ങനെയായിരിക്കും അതിൽ കൂടുതൽ ഫോക്കസ് നൽകിയിട്ട് നബി തങ്ങളെ സീര രചിക്കാൻ അങ്ങനെ ധാരാളം കിതാബ് വിരചിതമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ സിവകൾ വരുന്ന കാലത്ത് ഒരു പൊളിറ്റീഷ്യൻ അല്ലെ കൂടുതലായിട്ട് സിയാസത്തി സാധനങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ അയാളുടെ അങ്ങനത്തെ കുറച്ചും കൂടി ഒരു പ്രാമുഖ്യം ഉണ്ടാവും, കുറച്ചും കൂടി ഒരു മുൻഗണന കൊടുത്തിട്ടായിരിക്കും അയാളുടെ. അങ്ങനെയാണ് എന്ത് വരുന്നത് സിവ പല രീതിയിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ എയ്ത്തിൻ്റെ വിഷയം വന്നത് അത് കുറച്ചും കൂടി കൂട്ടാണ്ടെന്നാണ് ആഗ്രഹിക്കുന്നത്, കുറച്ചും കൂടി പറയാനുള്ളത്. അതായത് ഇവർ എഴുതാത്തതിന് ഇത് മാത്രമല്ല കാരണം. പിന്നെ പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, ഈ പേപ്പറിൻ്റെ ഇൻവെൻഷനൊക്കെ ഈ സമയത്ത് ചൈനയിലാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് ഒന്നും അങ്ങനെ എന്തില്ല, പേപ്പറിന് എത്തിയില്ല. പിന്നെ പേപ്പറുകളെ ആ കാലത്തുണ്ടായിരുന്ന എഴുതി വെച്ചിരുന്ന സാധനങ്ങളുടെ പേര് പറയണ്ടല്ലോ. ഈ പാച്ച്മെന്റ്, അത് പാച്ച്മെന്റ് പറഞ്ഞാൽ മൃഗത്തിന്റെ തൊലി അതിനെ ഉണക്കിയിട്ട് അത് എഴുതാനുള്ള രൂപത്തിലാക്കാന്നില്ല. പിന്നെ പേപ്പേഴ്സ് ഇല്ല സൊഹൈഫ എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ അതിനെ പറ്റി എന്താ കൊറേ ഇലകളെ പറ്റിട്ട് പറയുന്നത്, ഇല ഉണക്കിയിട്ട് ഒരുമിച്ച് ചേർത്ത് ചെടിന്റെ ഇതൊക്കെ അതിന്റെ നീരൊക്കെ പറ്റിച്ച് ആ ഉണങ്ങിയ ഷീറ്റിലൊക്കെയാണ് ഇതൊക്കെ. എന്താണ് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ എല്ലാവരും കൂടെ താങ്ങുമല്ല, പിന്നെ അതിൻ്റെതായ ഇതുണ്ടാവും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാൻ ട്രഡീഷൻ്റെ ഇതും കൂടിയാണ്. എന്നാലും എഴുതി വെച്ച ആൾക്കാരുണ്ടായ കാലത്ത് ഏകദേശം കുറച്ചൊക്കെ. ഇപ്പൊ ഹദീസിന്റെ വിഷയത്തിലൊക്കെ നമ്മള് പറഞ്ഞില്ലേ, അങ്ങനെ തോന്നുന്ന സൊഹൈഫുകൾ അലിന്റെ സൊഹൈഫ് അദ്ദേഹത്തിന്റെ വാളിനോട് ചേർന്നിട്ട് വെച്ചെന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് എഴുത്തിലും ഉണ്ടായിരുന്നു. പിന്നെ എഴുതാത്തുള്ള കാരണം ഇങ്ങനെ സാഹചര്യങ്ങളും അവർക്കൊരു മനപ്പാടാക്കാനുള്ള കഴിവ് കൂടുതലുള്ളതുകൊണ്ട് പിന്നെ അവര് ഇങ്ങനെ ഈ ഇതിന്റെ പേപ്പറിന്റെ ലഭ്യത കുറവും ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ സീത ഉണ്ടാവണതിൻ്റെയും ഇല്ല സീതയിൽ ഉൾക്കൊള്ളേണ്ട സാധനമൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആ കാലം കൊണ്ട് സീതന്റെ രചന നിന്നില്ല, ഇന്നും സീത രചിച്ചുകൊണ്ട് കിട്ടും. അവരുടെ ഇപ്പൊ മലയാളത്തിലും പല രീതിയിൽ അതിന്റെ ഒന്നും മറ്റ് അറബിത്തെ തർജ്ജമകളുണ്ട്, അല്ലാതെ മലയാളത്തിൽ രചിക്കുന്ന രീതിയിലുണ്ട്. അതിപ്പോ ആധുനികപരമായിട്ട് നബിത്തങ്ങൾ എങ്ങനെ നോക്കി കാണാം, അങ്ങനെ പല രൂപത്തിൽ രചിക്കുമല്ലോ കിതാബുകളെ. ഈ കാലത്ത് നമ്മ എങ്ങനെ നബിത്തങ്ങളെ ശരിയെ പിൻപറ്റും, അങ്ങനെ ഓരോ ഇപ്പൊ ഈ ഓരോ പുരോഗതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ. അത് നബിത്തങ്ങളെ ജീവിതം എങ്ങനെ നമ്മ ഈ കാലത്ത് അപ്ലൈ ചെയ്യും. അതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ആധുനികപരമായിട്ട് നബിത്തങ്ങളെ ജീവിതം എങ്ങനെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാം, അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ കാലത്തും ധാരാളം സീറകൾ വിരചിതമായി വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ സീറ രചിക്കുമ്പോൾ അത് ഓരോ നാടിനനുസരിച്ചും ഇല്ല ആൾക്കാരനുസരിച്ചും ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ സാധനത്തെ നോക്കി കാണുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ആ സാധനത്തിന് കാണും. ഇപ്പോൾ അറബിലിങ്ങനെ സീറന്റെ ഉത്ഭവം തുടങ്ങി, പിന്നെ പല ഭാഗങ്ങൾക്ക് എത്തി. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, നബിനെ പരിചയപ്പെടണമെങ്കിൽ ഒരു പുതു മുസ്ലിം അയാളെ നബിനെ പറ്റി പരിചയപ്പെടണമെങ്കിൽ അയാൾക്ക് മറ്റു ഭാഷകൾ അറിയില്ല. അയാൾ എന്ത് ചെയ്യും, മലയാളത്തിൽ നബിനെ പറ്റി ഇറങ്ങിയ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ അതൊരു രീതിയിലുള്ള ബയോഗ്രഫിയാണ്. പൊതുവായിട്ട് നടക്കുന്ന ഒരു നാട്ടുകാരനെങ്കിൽ എങ്ങനെ നബിത്തങ്ങൾ ഇപ്പൊ അറബി കിതാബ് ഇല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ രചിക്കുന്ന പറയല്ലേ. അപ്പോൾ അങ്ങനെ രചിക്കുമ്പോൾ ഇനിയിപ്പോ ഒരു നോവൽ രീതിയിൽ എഴുതുന്ന ആളാണ്, കൂടുതൽ നോവല് പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പൊ അയാൾ എഴുതുമ്പോൾ നല്ല വർണ്ണിച്ച് അത് ഏതൊരാൾക്കും ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അയാളെ അയാളെ ഈ ബയോഗ്രഫി ആയിട്ട് നബിന്റെ ബയോഗ്രഫി ആയിട്ട് ചെയ്തത്. പോയിന്റുകൾ മാത്രം നോക്കി എഴുതുന്ന ആൾക്കാണെങ്കിൽ അക്കാദമിക് പരമായിട്ടുള്ള ആ രൂപത്തിൽ മാത്രം ഉണ്ടാവുന്നുണ്ട്. പിന്നെ കൂടുതൽ ഹദീസുകളൊക്കെ കോട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന അത് ചിലപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാൻ മീൻസ് ഇരുന്ന് വായിക്കാനായിരിക്കില്ല. അപ്പോൾ ചിലത് എന്ത് ചെയ്യും, ഇങ്ങനെ കഥ മീൻസ് ഇങ്ങനെ നല്ല വർണ്ണിച്ച് എഴുതുന്ന ആളാകുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ സാധാരണ ജനങ്ങളിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ഒന്നുണ്ടല്ലോ നബിത്തങ്ങളെ സീറന്നെ കവിതയായിട്ട് രൂപത്തില്. ഇപ്പൊ ഈ ബംഗാളിലൊക്കെ അങ്ങനെ ഇതുണ്ട് തോന്നില്ല. ഇപ്പൊ മുഹമ്മദ് അവതാര ആയിഷ ഇറാൻ. അപ്പൊ അവിടെ ഒരു പുസ്തകമാണ് ഈ ഇത് മുഹമ്മദ് അവതാര. അപ്പൊ അതിൽ ബംഗാളി ഇസ്ലാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതായത് അവിടെ എത്തിയപ്പം ഓൾക്ക് പരിചിതമായ രീതിയിൽ അതിനുള്ള വേർഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇത് പറയുന്നത്. പിന്നെ എത്രയോ വരികളുള്ള 17,000-ഓളം വരികളുള്ള ഒരു കവിത രചിച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ നാട്ടിലത്തെ മനസ്സിലാക്കാൻ പറയുന്നപ്പോ കുന്നുള്ളൊരു വേർഡിന് ഓം മറ്റേ ഉപനിഷത്തിലത്തെ ഓം ഉപയോഗിക്കണ്ടെന്ന് പറയണ്ടല്ലേ.
അതിപ്പോ ഇതിപ്പോ ഓരോ നാട്ടുകളിലും ഇങ്ങനെ വ്യത്യസ്തമാന്ന് പറയുമ്പോ മനസ്സിലായി. ഇന്തോനേഷ്യൻ നുസാന്തറ എന്ന് പറയും. ഈ ഇന്തോനേഷ്യയിലത്തെ ഇസ്ലാം, അതായത് അവരെ ഉറുഫൊക്കെ കൂട്ടി, സാധാ ഇസ്ലാമികപരമായുള്ള മദ്ഹബും ഇതൊക്കെ കൂട്ടി പിന്നെ അവർ ഉറുഫൊക്കെ ഒരുമിച്ച് കൂടിയതിന് ഇന്തോനേഷ്യൻ നുസാന്തറ എന്ന് പറയും. അതുപോലെ ഓരോ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രൂപത്തിൽ സീറകനും രചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ നാട്ടിലത്തെ. പിന്നെ ചൈനയിലും അതല്ലേ, ചൈനയിൽ ഉണ്ടായ ഫസ്റ്റ് ഇല്ലേ ഇതിനെ ഇവരെ പറ്റിയിട്ടുള്ള ബുക്കുകളൊക്കെ അതൊക്കെ പലയിടത്തും പല രീതിയിലുണ്ട്. അതായത് ആ നാട്ടുകാർക്ക് കൂടുതൽ വായിക്കാൻ അവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം അറേബ്യയിൽ ജീവിച്ച ഒരാളാണ്, അയാളുടെ ജീവിത പ്രവൃത്തികൾ പറഞ്ഞാൽ അതിനോട് യോജിച്ചതായിരിക്കും. ഇപ്പം നമ്മളെ പോലെ അത് മരുഭൂമി പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പം അതിനനുസരിച്ചായിരിക്കും ജീവിതശൈലി ഉണ്ടാവുക. അത് ചിലപ്പോൾ ഈ കടൽ കോസ്റ്റൽ ഏരിയയിലേക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഫുള്ള് വെള്ളമായിട്ട് ബന്ധപ്പെട്ട ജീവിതശൈലി ആയിരിക്കും. അങ്ങനെ ആകുമ്പോ ആ നാട്ടിലത്തെ ആൾക്കാരുടെ ചരിത്രത്തിൽ നബിത്തങ്ങൾ കടപ്പുറത്ത് ആ ഭാഗത്ത് കൂടെ എങ്ങനെയൊക്കെ നബിത്തങ്ങളെ ജീവിതം ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികവും ഫോക്കസ് ചെയ്ത് പറയാം. അപ്പോൾ കൂടുതലായിട്ടും എന്ത് ചെയ്യും, എഴുത്തുകാരെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവും. പിന്നെ അതിൽ തന്നെ പല ഇൻഫ്ലുവൻസ് പോസിറ്റീവായിട്ടായിരിക്കും എന്ത് ലോക്കൽ പീപ്പിൾസിനെ സാധാരണ ആരെന്ത് ചെയ്യുക ഇൻഫ്ലുവൻസ് ആവുക. ഇപ്പോൾ അതിന് കാലപ്രസക്തമായ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ടുവാർഡ്സ് എറ്റേണിറ്റി എന്നുള്ളൊരു ചാനലിൽ അതിലൊരു ഇൻ്റർവ്യൂവിൽ ജോൺ വാൻ കാൽവർ, അതേ ഒരു പൊളിറ്റീഷ്യനാണ്, പാർട്ടി ഫോർ ഫ്രീഡം എന്നുള്ള ഇതിനൊക്കെ മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം കൺവേർട്ടറായിട്ട് വന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞാൽ നമുക്ക് ഒരു ആൻറ്റി ഇസ്ലാമിക് കമൻറ്റുകളൊക്കെ അതിനൊരു ഫേമസ് ആയിട്ടുള്ള ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പം ആ ഇതിൽ നല്ല ഫേമസ് ആയിട്ടുള്ളത് നല്ല ഫോളോവേഴ്സും ഐ മീൻ കൂടുതൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ അയാൾ പെട്ടെന്ന് മുസ്ലിം ആയപ്പോൾ മൂപ്പിന് തോന്നുന്ന സ്ട്രഗിളൊക്കെ നേരിട്ട്. അപ്പോൾ മൂപ്പിനെ പറ്റിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ മൂപ്പിനെ വിളിച്ചിരുന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിക്ക് ഒരാളെ കാരണം ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്ത് റിസോഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്തത്, അതായത് ഇതല്ല സ്റ്റഡിക്കാൻ. മൂപ്പരെ പറഞ്ഞാൽ ഒരു ആൻറ്റി ഇസ്ലാമിക് ബുക്ക് രചിക്കാൻ വേണ്ടി ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിച്ചതാണ്. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഒരു മുസ്ലിമായി മാറുന്നത്. ആൻറ്റി ഇസ്ലാമിക് ബുക്ക് രചിക്കാനുള്ള ലക്ഷ്യത്തിൽ. ഈ വെസ്റ്റേണിന്റെ പ്രത്യേകത തന്നെയാണ്, അവര് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അതിൽ ഉഷാറായി പഠിക്കും. ചില ആൾക്കാര് അതിൽ നല്ല ഉൾക്കൊണ്ടിട്ട് ഒരു ഇസ്ലാമം സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. അതെ. അപ്പോൾ ഇവര് അങ്ങനെ ആ വിശ്വാസമൊക്കെ നല്ല കൂടുതൽ എന്താ പറയുക, നല്ല രീതിയിൽ, അതായത് ഒരു ബെസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല. അത് അതിൽ മൂപ്പര് പറയുന്നുണ്ട്, ഒരു ആയത്തിനെ പറ്റി പറയുന്നുണ്ട്. മൂപ്പര് ഇങ്ങനെ ആകെ പ്രശ്നത്തിലായപ്പോൾ ഞാൻ എന്താണ് മുസ്ലിം ആവണം അത് ഇങ്ങനത്തെ ഒരു ശങ്കിച്ച് നിന്നപ്പോൾ നല്ലൊരു ആയത്തായിട്ട് കിട്ടുന്നുണ്ട്. അവരെന്താണ് കണ്ണ് കാണാത്തവരല്ല, പക്ഷെ അവരെന്താണ് കൽബ് അവരെ അന്തരാക്കിയിട്ടുണ്ട്. അത് കണ്ണുകൊണ്ട് അവരെല്ലാം കാണുന്നുണ്ട്, ഇതൊക്കെ സത്യമാണെന്ന് അവർ കാണുന്നു. പക്ഷെ എന്താണ് കൽബോണ്ട് ഈ ഒരു ആയത്താണ് മൂപ്പരെ കൂടുതലായിട്ട് എന്ത് ചെയ്തത് ഇൻഫ്ലുവൻസ് ചെയ്തില്ല. ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ആയത്ത് മൂപ്പർക്ക്. ഞാൻ പറഞ്ഞു തന്നതല്ല, ടോപ്പിക്കായിട്ട് വരുമ്പോൾ മൂപ്പര് യൂസ് ചെയ്ത റിസോഴ്സുകളെ പറ്റി ചോദിക്കുമ്പോൾ അതിൽ പറയുന്നത് മാർട്ടിലിങ്സിന്റെ മുഹമ്മദ് എന്നുള്ള ബുക്ക്, അത് ഇപ്പോൾ കിട്ടാവുന്ന നല്ലൊരു വർക്കാണത്. അപ്പം അതാണ് ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ബയോഗ്രഫിയാണ് മാർട്ടിലിങ്സിന്റെ. അപ്പോൾ ഈ അതിലെന്തുണ്ട്, മൂപ്പരെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആകാൻ കാരണം, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ഈ നന്നായി തോന്നാൻ കാരണം മൂപ്പര് പറയുന്നത്, മൂപ്പര് എന്താ പറയുക കൺവേർട്ടഡ് മുസ്ലിമാണ്. മാർട്ടിലിങ്സ് കൺവേർട്ടഡ് മുസ്ലിമാണ്. അപ്പോൾ മൂപ്പരെ വേ ഓഫ് റീസണിങ്ങും വേ ഓഫ് ടോക്കിങ്ങും വേ ഓഫ് റൈറ്റിങ്ങും ഒക്കെ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒരാൾക്ക്, ഐ മീൻ ഇതിനു മുമ്പ് മുസ്ലിം അല്ലാതെ ഒരു ആൻറ്റി ഇസ്ലാമിക് ആയിട്ട് നടന്ന ആൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഇതെങ്ങനെ എനിക്കെങ്ങനെ ആയിക്കൂടാ. പിന്നെ മൂപ്പർക്ക് ഉള്ള തോന്നുന്ന സംശയത്തിനുള്ള ഉത്തരങ്ങൾ അതിൽ കൊടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടൊക്കെയാണ് മൂപ്പർക്ക് റിലേറ്റ് ആകാൻ കാരണം. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം മാർട്ടിലിങ്സ് എന്ത് ചെയ്തത്, ഇങ്ങനെ ക്ലാസിക്കൽ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഒരു മോഡേൺ വാലി എന്ത് ചെയ്തുകൊണ്ടാണ് ഒരു ബയോഗ്രഫി എഴുതിക്കൊണ്ടതാണ്. അപ്പോൾ ഇന്നും ബയോഗ്രഫിക്കുള്ള സാധ്യതകളുണ്ട്, ഇന്നും വരേണ്ടിയിരിക്കുന്നു. അതായത് ഓരോ കാര്യങ്ങളും പിന്നെ ഓരോ പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്തായിട്ട് വെച്ച് ഇന്റർപ്രിറ്റ് ചെയ്യുക. അതായത് ഇപ്പം മദീന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ പറയാൻ തുടങ്ങിയത്, അന്ന് ആ സാധനം ഉണ്ടായിട്ടും അതിനെ ഇത്രയും ഉൾക്കൊണ്ടില്ല, ആൾക്കാർ ഇത്രയും ഉൾക്കൊള്ളില്ല. ഇന്നാണ് അത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലാണ് നമ്മളും ഇങ്ങനെ ഒരു സീത എന്നുള്ള ഇത് ടോപ്പിക് എടുത്തത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമായുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും
ഈ ഇതും ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ആ അതെ.